പോണം. നിനക്ക് വേണ്ടി നിന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിന്നെക്കുറിച്ചുള്ള അവരുടെ ഒരേ ഒരു ആഗ്രഹമാണ്, അത് നീ സഹായിച്ചു കൊടുക്കണം. എത്ര നാൾ കാത്തിരിക്കാനും ഞാൻ തയ്യാറാ. ഈ സാധാരണ ഭർത്താക്കന്മാർ ദുബായിക്ക് പോകുമ്പോൾ ഭാര്യമാരല്ലേ കാത്തിരിക്കുക. ഇതൊരു ചേഞ്ച് ആയിക്കോട്ടെ. താൻ ദുബായിക്ക് പോകുന്നു, ഞാനിവിടെ കാത്തിരിക്കുന്നു. വിസയും വന്നു, സ്ഥലം മേടിക്കാൻ ആളും വന്നു. രേവമ്മയുടെ ശുക്രൻ തെളിഞ്ഞു. ഒക്കെ ദൈവത്തിന്റെ അനുഗ്രഹം, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന്. ഇത് ജേക്കബ് സാറ്, ആലപ്പുഴ കല്ലുപാലത്തിന്റെ തെക്ക് സെന്റ് ജോർജ് ടിമ്പേഴ്സിന്റെ ഓണറാ. നമസ്കാരം. ഞാൻ രേവമ്മ, സ്റ്റേജ് ആർട്ടിസ്റ്റാ. നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ല, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി ശരി. സാറിന് 2-3 ഹൗസ് ബോട്ട് ഉണ്ട്. ഈ ബോട്ടിലെ പണിക്കാർക്ക് ഈവനിങ് സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലം വേണമെന്ന് സാർ എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു പറ്റിയ സ്ഥലം എന്റെ കൈവശം ഉണ്ടെന്ന്. നല്ല കണ്ണായ സ്ഥലമല്ലേ, എത്ര വില വേണേലും തരാന്ന് പറഞ്ഞു. എത്ര പേരാ ഇവിടെ വന്നത്, ഞാൻ കൊടുത്തില്ല സാറേ. പിന്നെ ഇത് മോളുടെ കാര്യമായപ്പോ. ഇത് 10 സെന്റ് ഉണ്ടോ? ദേ ആധാരത്തിന്റെ കോപ്പിയുണ്ട്. എന്തേലും സംശയം ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ ചോദിക്കാം. ആധാരത്തിൽ 10 സെന്റേ ഉള്ളൂ. പിന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് അറ്റവും മൂലയൊക്കെ കുത്തി വളച്ച് 1/2 സെന്റും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. പോയി മതി. പോയോ? ഹലോ, എന്തായി? സംസാരിച്ചോണ്ടിരിക്കുക. അവള് വില പറഞ്ഞാ? ആ, വരുന്ന വഴിക്ക് മാമച്ചൻ പറഞ്ഞത് സെന്റിന് 1 ലക്ഷം വെച്ച് വേണമെന്നാ. നീ ആയിട്ട് കുറപ്പിക്കാനും നിൽക്കണ്ട. രേവമ്മനെ മാമച്ചനെ ഒന്ന് കൊതിപ്പിച്ച് നിർത്തിക്കോ. ഭയങ്കര വേണ്ടത് പിന്നെ തീരുമാനിക്കാം. ശരി. കൈനകരി രേവമ്മ, അവളെന്റെ നേർക്ക് തൊള്ള തുറന്നപ്പോഴേ ഞാൻ ചുണ്ടാമ്പ് വെച്ച് വിട്ടതാ. അവൾ ആ സ്ഥലം വിൽക്കത്തുമില്ല, അവളുടെ മോളിട്ട് ഗൾഫിൽ പോകത്തുമില്ല. പിന്നെ ഭാവി മരുമകൻ ചക്കാട്ടുതറ ഗോപൻ, ആ ചക്ക നാളെ വീഴും. അവന് ഞാൻ നല്ല ഒന്നാന്തര ജമണ്ടം പണിയൊന്നും കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കടന്ന കയ്യാ, പക്ഷെ വേറെ ചോയ്സ് ഇല്ലണ്ടായിപ്പോയി. നിന്റെ മനസ്സിലിരിപ്പ് ഞങ്ങളോടും കൂടി പറയേ. അടുത്ത ശനിയാഴ്ച നെഹ്റു ട്രോഫിയും കൊണ്ട് മണിയാൻ വരുമെന്നാ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാര് ചേറ്റകള് ആരടാമാരൊക്കെ. എടാ, കുരിയച്ഛന് മുമ്പ് കൈ നീട്ടത് എത്ര പേരുണ്ടോ അവിടെ? ബോട്ടുകൾ എപ്പി വെച്ച് മണീനെ അനുകൂലിക്കുന്നൊരു കൈ പൊക്കൊന്ന് പറഞ്ഞവനും പൊക്കിയവനൊക്കെ ആ കൈ കൊണ്ട് എന്റെ മുമ്പിൽ ഇറന്നിട്ടുണ്ട്. അത് ശരിയാ. എന്നിട്ട് കാര്യത്തിലെടുത്തപ്പോ കാരക്ക് കയറ്റി എണ്ണ തേച്ച് മിനിക്ക് ചുണ്ടൻ വെള്ളം മത്സരിക്കാൻ നീറ്റിൽ ഇറങ്ങില്ല. അതാ വള്ളപ്പുര തന്നെ ഇരിക്കും. ഒന്ന് മാറിക്കേ. എന്റെ ഈശോയെ, അയ്യോ, നടുപടിച്ചു വീണ വള്ളം ഇനി മത്സരിക്കാൻ കൊള്ളത്തില്ല പ്രസിഡന്റ്. ഇത് മത്സരിക്കാതിരിക്കാൻ വേണ്ടി മുട്ട് തട്ടി കളഞ്ഞതാ, ഒരു സംശയവും ഇല്ല. കുര്യച്ചൻ തന്നെ. അവനിപ്പോ ഈ കരക്കാരൻ മുഴുവൻ ശത്രുവാ. അവനെ വെച്ചേക്കരുത് പ്രസിഡന്റ്. വാടാ. ഏത് നോക്കടാ. സ്ഥലം വിട്ടു പ്രസിഡന്റ് വരുന്നടാ. എന്നതാ കാര്യം? സി ബ്ലോക്കിലെ ഗോപന്റെ ഹൗസ് ബോട്ടാരോ കത്തിച്ചിട്ടേക്കുവാ. എങ്ങനെ സഹിക്കൂടെ ഗോപ, കൊലച്ചത് ചെയ്തു കളഞ്ഞല്ലോ.
ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും? കുരിയച്ച മുങ്ങി ചക്കക്കൂട്ട് ഇറങ്ങുന്ന അവനറിയാം. ഇനി ആലോചിച്ച് സമയം കലണ്ട മണിയാ. വാ സുഖു, വിജയ വാ. പോലീസിലൊരു പരാതി കൊടുത്താ അവര് വന്ന് പരാതി കൊടുക്കാൻ നിങ്ങളുടെ ആരുടെ ഉപദേശത്തിന്റെ കാര്യമില്ല. 10-45 ദിവസം നിങ്ങളടക്കം 100 പേര് അധ്വാനിച്ചിട്ട് എന്തായി? കുരിയച്ചൻ ചുണ്ടൻ വെള്ളവും തകർത്ത് കളിയും മുടക്കിയിട്ട് നിങ്ങൾക്കൊന്നും ഒരു ദണ്ണമില്ലല്ലോ. കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. പക്ഷെ ഇത്രയും കാലം പട്ടിണിയില്ലാതെ ജീവിച്ചതേ കത്തിക്കെറിഞ്ഞിടക്കുന്ന ഈ ബോട്ട് കൊണ്ടാണെന്നുള്ള കാര്യം മറന്നുപോരുത്. ആർക്കും ഇവരോട് ദേഷ്യം തോന്നണ്ട. ഇവരെ കല്യാണം കഴിപ്പിച്ചതും ഇനി ഒരിക്കലും തല്ലുണ്ടാക്കാനും തെമ്മാടിത്തരം കാണിക്കാനും പോകത്തില്ലെന്ന് ഭാര്യമാരെ തൊട്ട് സത്യം ചെയ്യിപ്പിച്ചതും ഇവൻ പറഞ്ഞിട്ട. ഇനി നീയായിട്ട് തന്നെ ഇവരെ എല്ലാം പഴയ ജീവിതത്തിലേക്ക് തള്ളിവിടണോ? വേണ്ട, ഒന്നും വേണ്ട. ഓടാ, എവിടെ പോയി ഒളിച്ചാലും കുരിയച്ചനെ ഞാൻ കണ്ടുപിടിക്കും. എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി. അവനെ കണ്ടുപിടിക്കുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല. അവൻ ഈ കര വിട്ടിട്ടുണ്ടാവും. വാ. ഗോപൻ സാർ ഒരു പരാതി എഴുതി തന്നേ. അവന്റെ കാര്യം ഞാൻ ഏറ്റു. പക്ഷേ എന്റെ ഫോണിന്റെ കാര്യം പരാതി ഒന്നുമില്ല. കുരിയച്ചൻ എവിടെയുള്ളത് കണ്ടുപിടിച്ച് തന്നാൽ മതി. സാറിന്റെ ഫോൺ ഞാൻ അങ്ങ് തരും. ഉറപ്പാ? ആ, ഉറപ്പ്. ഓ ശരി. ഹലോ, നീ ആധാരമില്ലാത്ത സ്ഥലത്തിന് കച്ചവടം തുടങ്ങി അല്ലടാ? ഏത് സ്ഥലം? നിന്റെ നാടക നടിയില്ലേ രേവമ്മ, അവളെ കാണാൻ ഞാൻ പോവാടാ. അതെ, ഞാൻ ഈ ഹലോ ഹലോ. ഇത് ശരിക്കുള്ള ആധാരത്തിന്റെ കോപ്പിയാ സാറേ. മാമച്ചൻ പറഞ്ഞിട്ട് എടുത്തു കൊടുത്തതാ. ജോലി അഭിനയമായതുകൊണ്ട് ഒട്ടും കുറയ്ക്കണ്ട, തകർത്ത് അഭിനയിച്ചോ. പക്ഷെ ഈ പറയുന്ന സർവേ നമ്പറിൽ ഈ വട്ടക്കായലിന്റെ തെക്ക് കിഴക്ക് ഇങ്ങനെ ഒരു ഭൂമി ഇല്ല. കള്ളപ്പട്ടയം വെച്ച് പറ്റിച്ചതാ അല്ലേ? അയ്യോ സാറേ, മനസ്സവാച അറിയാത്ത കാര്യം പറയരുതെന്ന്. ഞങ്ങൾക്കാരെയും പറ്റിച്ചും കള്ളം പറഞ്ഞു ശീലമില്ല. ഞാനും എന്റെ ഭർത്താവും കൊല്ലങ്ങളോളം ഉറക്കമൊളച്ച് നാടകം കളിച്ച് ഊതി ഒരുക്കി ഉണ്ടാക്കിയ മണ്ണായത്. ഇവളെവിടെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്ന് കരുതിയ ഞാൻ. നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ നിങ്ങളെ ഭർത്താവ് ചതിയിൽപ്പെട്ടതാ. ഇത് സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയാ. വില്ലേജ് ഓഫീസിൽ കാശ് കൊടുത്ത് ഇല്ലാത്തൊരു സർവേ നമ്പറിലുണ്ടാക്കിയ കള്ളാധാരായത്. ഇത് വെച്ച് ഈ ഭൂമി വിൽക്കാൻ പറ്റത്തില്ല. കൈവശ അവകാശം കിട്ടാനുള്ള അത്രയും കാലം നിങ്ങളിവിടെ താമസിച്ചിട്ടുമില്ല. എപ്പോ വേണമെങ്കിലും സർക്കാരിനെ നിങ്ങൾ ഒഴിപ്പിക്കും. എന്താ പിടിക്കും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം.